ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ഭയങ്കര ചൂട്, ദാഹം സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ. അപ്പോൾ നല്ല ഒരു മാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പച്ച മാങ്ങ കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മാങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതാ ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ തോലെല്ലാം ഒന്ന് ചീകി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ വരും. അതൊന്ന് അമർത്തിയാൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി കൊടുക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതാ മാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഴുകി അല്പം ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2-3 പുതിനയില, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര. ഞാൻ ഇച്ചിരി മധുരം കുറച്ചാണ് വെക്കുന്നത്. നിങ്ങൾക്കൊക്കെ ആവശ്യം എത്ര വേണമെന്ന് വെച്ചാൽ മധുരമൊക്കെ എടുക്കുക. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. നല്ല രുചിയും അതുപോലെ തന്നെ നമ്മുടെ വയറ്റിനൊക്കെ ഈ തണുത്ത വെള്ളം ചെല്ലുമ്പോഴല്ലോ ഒരു നല്ല സുഖമായി. ചൂട് കൊണ്ട് ഇങ്ങനെ വെന്ത് നിൽക്കുമല്ലേ. അപ്പോൾ ഞാനിതാ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ളതാണെങ്കിൽ ഇത്രയും എടുക്കണ്ട, പകുതി മതിയാവും. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്രത്യേക ഒരു രുചി കിട്ടുന്നത് കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും പുതിനയെല്ലാം ചേർത്ത് കൊടുക്കുക. പുതിനയില ഒരു 2-3 ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. മധുരം കൂടുതൽ വേണമെന്നൊരു കൂടുതൽ ചേർക്കാം. ഞാനിതിപ്പോൾ കുറച്ച് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴല്ലേ എനിക്കൊരു സന്തോഷം. അതുപോലെ വീണ്ടും വീഡിയോ ചെയ്യണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റൊക്കെ അറിയിക്കുക. എന്ത് തന്നെ ആയാലും ഇത് പോരല്ല, ഇതെങ്ങനല്ല എന്നൊക്കെ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് പറയാമല്ലോ. അപ്പോൾ അതാ ഞാനിപ്പോൾ മാങ്ങ എല്ലാം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിൽ വെച്ചിട്ട് ഇതൊന്ന് ഒഴിക്കാം. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചില മാങ്ങയ്ക്ക് ഇച്ചിരി നാരൊക്കെ കാണത്തില്ലേ. അപ്പോൾ അത് തൊണ്ടയിലൊന്നും കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കുടിക്കാം. കണ്ടോ, എന്നിട്ട് ചെറിയൊരു പീസൊക്കെ ഇതിൽ കിടപ്പുണ്ട്. ഇത്രയും അടിച്ചിട്ട് അരയുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ അതാ ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് ഇനി പകർത്തി കൊടുക്കുക. ഇനി നമുക്ക് തണുപ്പിന് ആവശ്യത്തിന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തണുപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഈ ചൂട് നമ്മൾ എത്ര തണുപ്പ് കുടിച്ചാലും നമുക്ക് ദാഹം മാറത്തുമില്ല, ക്ഷീണം തീരത്തുമില്ല. അത്രയ്ക്ക് ചൂടായിരിക്കും. ഇപ്പോൾ ഈ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു കുറച്ച് കസ്കസ് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നല്ല അടിപൊളി കിടിലൻ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വില കൊടുത്ത് ഇപ്പോൾ ഓറഞ്ചോ ആപ്പിളോ അങ്ങനെ തന്നെ വേണമെന്നില്ല. ഇതെല്ലാം നമുക്ക് ഇപ്പോൾ ഈ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ. അപ്പോൾ മാങ്ങയൊക്കെ വില കുറവാണ്. അപ്പോൾ തൊടിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അത് തന്നെ പറിച്ച് ചെയ്താലും മതി. കണ്ടോ, നല്ല ടേസ്റ്റിലുള്ള നമ്മുടെ മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം മുന്നോട്ടുള്ള യാത്രയിൽ. അപ്പോൾ നിങ്ങളെന്നും കൂടെ ഉണ്ടാവും, എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഉറപ്പോടുകൂടി വീണ്ടും നാളെ ഇതേ സമയം ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ്.